ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും അമേരിക്കൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നോക്കിക്കേ നമ്മുടെ പീച്ചിലിങ്ങ കിടക്കുന്നത് എങ്ങനെയാന്ന്. കുറച്ച് തണുപ്പായി തുടങ്ങിയപ്പോൾ നിറയെ കാകളായി തുടങ്ങി കേട്ടോ. നമ്മുടെ പീച്ചിൽ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഇതുപോലെ തന്നെയാണ് കിടക്കുന്നത്. എനിക്ക് നല്ല ഭംഗിയാ നോക്കി കിടക്കുന്നതാണ്. വേണ്ട, നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലാ ഭാഗത്തും അതുപോലെ തന്നെയാണ് കിടക്കുന്നത്, നിറഞ്ഞ്. അപ്പം നമുക്ക് ഇന്ന് പച്ചക്കറി ഹാർവസ്റ്റ് തന്നെയാണ്. അപ്പം നമുക്കിന്ന് ഏറ്റവും അധികം പറിക്കാനായിട്ടുള്ളത് പീച്ചിൽ തന്നെയാണ്. പിന്നെ നമുക്ക് കുറേ കുമ്പളങ്ങയൊക്കെ ഉണ്ട്. തണുപ്പായാലും ഇനിയിപ്പോൾ ഏകദേശം പച്ചക്കറികളൊക്കെ തീരാനായി. ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകേണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ആക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ വേഗം തന്നെ പറിച്ച് തുടങ്ങാം. ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് പറിക്കാനായിട്ട്. ഉണ്ടോ, പറിച്ചിട്ട് താഴെ കൂട്ടുവാണേ. ഇത് പറിക്കുന്നോറും പിന്നെ നിറഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നല്ല കറക്റ്റ് പാകത്തിനാണ് എല്ലാം ഉള്ളത്. ഇപ്പം പറിച്ച് കഴിയുമ്പം കാണിച്ചില്ല, ഇങ്ങനെ മല പോലെ ഉണ്ടാവും നിറച്ച്. ഇത് പറിക്കണ്ട, ഇതൊക്കെ മേലെ ഇങ്ങനെ ഇരുന്നിട്ട് ചുരുണ്ടു പോയതാണ്. വലിച്ച് പറിച്ചെടുക്കുക അത് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ പാവലാണ്. നമ്മുടെ പാവലിൻ്റെ ഒക്കെ മേലെ കൂടെ മുഴുവനും പീച്ചിൽ വളർന്നിട്ട് ഇടയ്ക്കൂടെ ഒക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. ഉണ്ട്, ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട് കായ. പിടിക്കുമ്പോൾ തന്നെ ഒടിഞ്ഞു പോയി സാധനം. ഈ സൈഡ് നമ്മുടെ പയറായിരുന്നു, പയറെ കൂടെ ഒക്കെ നിറച്ചുമായി. വേണ്ട, ഇത് വേണ്ട, ഇതൊക്കെ കിടക്കുന്നത് ഉണ്ടോ, തൂങ്ങി വരുന്നുണ്ടോ. ഇതുണ്ടോ, നിലത്ത് വരെ കിടക്കുന്നുണ്ട്. നിലത്ത് മുട്ടി കിടക്കുകയാണ്. ഇതുണ്ടോ, ഇതിനിടയ്ക്ക് കൂടെ ഒക്കെ ഉണ്ടായിരിക്കുന്നത്. പച്ചക്കറിയുടെ ഒക്കെ സമയം തീരാൻ പോകുന്നുണ്ടോ കേട്ടോ, ഇതുപോലെ ഉണ്ടാകുന്നത്. കണ്ടോ, നല്ല മുഴുത്ത എണ്ണം കണ്ടോ. ഈ സൈഡിലൊക്കെ കുറേ എണ്ണം ഉണ്ടായി കിടപ്പുണ്ട് ഇപ്പോൾ. ഇതേ ഇതുണ്ടോ, ഒരു 3-4 ദിവസം അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസം മതിയാവും, നേരത്തിന് ഇത് കറക്റ്റാവും. ഇതവിടെ ഒക്കെ ഉണ്ടായി കിടപ്പുണ്ട്. പിന്നെ നമ്മൾ കാണാതെ ഇതിൻ്റെ മണ്ടേ കൂടെ കുറേ കിടപ്പുണ്ടാവും. ഇങ്ങനെ ഇതിൻ്റെ കുറേ ഇലയൊക്കെ ഇങ്ങനെ ഉണങ്ങി ഇരിക്കുന്ന കാരണം കുറേ കാണുകയില്ല. ഉണ്ട്, നല്ല നല്ല കറക്റ്റ് പാകത്തിനുള്ളതാണ്.
ഇതായിരുന്നു മൂത്ത് കിടപ്പുണ്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കണ്ടോ, കാണാതെ കിടന്ന്. ഇതിൻ്റെ മണ്ടയ്ക്ക് വേറെ എണ്ണം കിടക്കാം, അതും മൂത്ത് പോയി. കണ്ടോ മൂത്ത് പോയത്, കാണാതെ കിടന്നു കഴിഞ്ഞാൽ ഇതുപോലെ മൂത്ത് പോകും. കണ്ടോ, ഇതിങ്ങനെ ആവില്ല. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ആക്കുമ്പം ഇത് സോഫ്റ്റ് ആണെങ്കിൽ നല്ലോണം ഇങ്ങനെ ആടും. അപ്പോൾ ഇനി നമ്മുടെ കുമ്പളങ്ങകൾ പറിക്കാം. നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ കുമ്പളങ്ങകൾ പറിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നല്ല ഭംഗിയിൽ നിറഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് മൂത്ത കുമ്പളങ്ങകളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി കിടക്കുന്ന കുമ്പളങ്ങകളാണിത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇനിയിപ്പോൾ കുറച്ച് കാലം കൂടെ ഉണ്ടാവുള്ളൂ. ഒരു മാസമൊക്കെ കിട്ടിയെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും തണുപ്പ് വരും. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കുമ്പളങ്ങയെല്ലാം പറിച്ചെടുത്ത് വീടിനകത്ത് കയറ്റി വെക്കണം. കുമ്പളങ്ങ ഞാൻ മുറിച്ച് ഫ്രീസറിലൊന്നും കയറ്റി വെക്കാറില്ല. കുമ്പളങ്ങ അങ്ങനെ തന്നെയാണ് വെക്കാറ്. കുമ്പളങ്ങ അങ്ങനെ തന്നെ ഇരുന്നോളൂ. നമുക്ക് ഈ വർഷം വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ നമുക്ക് കുമ്പളങ്ങ ഉണ്ടാവും മിക്കവാറും ഇവിടെ. ഉണ്ടോ, നല്ല മുഴുത്ത കുമ്പളങ്ങ. ഒരു വലിയ കുമ്പളങ്ങ. തലയിടിച്ചിടിച്ച് എൻ്റെ ഇപ്പോൾ കുറച്ച് കുമ്പളങ്ങകൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ കുമ്പളങ്ങകളൊക്കെ ഏകദേശം പറിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് കുമ്പളങ്ങളുള്ളൂ, അത് നമുക്ക് ഇനി അടുത്ത ട്രിപ്പിൽ പറിച്ചെടുക്കാം. കുറച്ചും കൂടെ മൂക്കാനൊക്കെ പച്ച കളർ ഉണ്ടോ. നമുക്കിവിടെ ഒരു 3-4 ചുരക്കകൾ കിടപ്പുണ്ടായിട്ട് ഇതുണ്ടോ, നമ്മുടെ പച്ചക്കളർ ചുരക്കയും മറ്റേ നീളമുള്ള ശശി ചുരക്കയും. ഇതെല്ലാം അങ്ങ് പറിച്ചെടുത്തേക്കാം. ഇതവിടെ കിടക്കട്ടെ, നമ്മൾ മൂക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു. നമ്മൾ ഈ വർഷം പുതിയതായിട്ട് കൃഷി ചെയ്തത് നമ്മളൊന്ന് പീച്ചിൽ, പിന്നെ നമ്മളൊന്ന് ചേന, പിന്നെ വഴുതന, പിന്നെ നമ്മൾ നിത്യവഴുതന ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് 2-3 സൈസ് വ്യത്യസ്തമായിട്ടുള്ള മുളകുകളും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ പ്രാവശ്യം ചെയ്തതെല്ലാം നല്ല നല്ല വിളവുകൾ നമുക്ക് ലഭിച്ചെന്ന് തന്നെ പറയാം. നമ്മൾ പീച്ച് നമ്മൾ കണ്ടില്ലേ. പിന്നെ നമ്മുടെ നിത്യവഴുതനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 2-3 വർഷം മുന്നേ, 3 ഒരു 5 വർഷം മുന്നേ ഞാൻ നിത്യവഴുതന നട്ടിരുന്നു. പക്ഷേങ്കിൽ നമുക്കതൊരു ആകർഷൊക്കെ ആയിട്ട് ഒരു കാ പോലും ഉണ്ടാകുന്നില്ല, പൂവൊന്നും ഉണ്ടാകുന്നില്ലാത്തതുകൊണ്ട് ഞാൻ നിറച്ച് പന്തലിലൊക്കെ ഇങ്ങനെ പന്തലിച്ച് നിറച്ചുണ്ടായി, ഇലയായിട്ട് ഇങ്ങനെ കിടന്നു. അപ്പോൾ ഞാനത് മുറിച്ച് കളഞ്ഞു. ഇതിലൊന്നും ഉണ്ടാകുന്നില്ലെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ള പച്ചക്കറികൾക്കും കയറി കിടക്കാൻ സ്ഥലമില്ലെന്ന് വിചാരിച്ച് മുറിച്ച് കളഞ്ഞു. അപ്പോൾ അതുപോലെ ഈ വർഷം വെറുതെ നട്ടു നോക്കി, ഇനി എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പോലെ തന്നെ ഇങ്ങനെ ചപ്പായിട്ട് ഇങ്ങനെ നിന്നു. പക്ഷേ ഞാൻ എന്തായാലും മുറിച്ച് കളഞ്ഞില്ല. ഈ പ്രാവശ്യം ഞാൻ എന്തായാലും അവസാനം വരെ ഇങ്ങനെ നിർത്തി. ഇപ്പോൾ ഇച്ചിരി ടെമ്പറേച്ചറൊക്കെ താന്നു തുടങ്ങിയപ്പോൾ നിറയെ പൂക്കളൊക്കെ ആയി വന്നിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. എന്തായാലും കായായില്ല, നമുക്ക് എന്തായാലും ഈ മാസമൊക്കെ അവസാനം ആകുമ്പോഴത്തേനും കായായി കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ നട്ടത് ചേന കണ്ടോ, ചേന നല്ല നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ അത് എടുക്കുമ്പോൾ അറിയാം ചുവട്ടിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ എന്നുള്ളത് അറിയാം. പിന്നെ പീച്ചിലയും നിങ്ങൾ കണ്ടില്ലേ, നിറച്ച് പീച്ചിലയും കണ്ടായിട്ടുണ്ട്. വഴുതനങ്ങയുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വഴുതനയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വഴുതനങ്ങ അതുപോലെ നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ മുളകുകൾ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അതുപോലെ, ഏത് കൃഷി ചെയ്താലും അതുപോലെ നന്നായിട്ടുണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കോവയ്ക്കുണ്ട്, അത് പറിച്ചെടുക്കാം കേട്ടോ. കോവലിൻ്റെ ഇല കാരണം കോവയ്ക്കൊന്നും കാണാൻ പറ്റത്തില്ലാത്ത രീതിയിലാണുള്ളത്. അപ്പോൾ കോവയ്ക്ക് ഒത്തിരി ഒന്നുമില്ല നമുക്ക് ഈ പ്രാവശ്യം, കുറച്ച് കോവയ്ക്കേ ഉള്ളൂ.
കഴിഞ്ഞ വർഷം കുറേ കോവയ്ക്ക നമ്മൾ പറിച്ചായിരുന്നല്ലോ. ഉണ്ടോ, പഴുത്തു പോയി. ഈ വഴുതന തയ്യലിട്ട് നോക്കി എന്ത് നല്ല ഭംഗിയാണ്, നിറച്ചുണ്ടായി കിടക്കുന്നത് കണ്ടോ, നല്ല വെളുത്ത് വെളുത്ത് വെളുത്ത കളറിൽ. ഒരു തയ്യാണ്, പക്ഷേ അതിൽ നിറഞ്ഞു കിടപ്പുണ്ട്. എനിക്ക് ഈ വർഷം വെച്ചതിൽ കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. കുറച്ച് നാളായിട്ടിട്ട് വീഡിയോ ഒന്നും വിടാൻ പിന്നെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതെനിക്കിങ്ങനെ പറിച്ചെടുക്കാനൊന്നും തോന്നിയില്ല, അതിങ്ങനെ തന്നെ കുറേ നാൾ വെച്ച് കണ്ടുകൊണ്ടിരിക്കാനാണ് തോന്നിയത്. ഞാനത് കുറച്ച് നാൾ അതിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് പഴുത്ത് നമുക്ക് കുറച്ച് മൂത്ത് എടുക്കാൻ പറ്റി. നല്ല ഭംഗിയില്ലേ, നോക്കിക്കേ. അതേ വഴുതനങ്ങ തന്നെയാണ് കേട്ടോ ഇത്. അതിൽ കുറച്ചെണ്ണം പഴുത്തിട്ടുണ്ട്, നല്ല മഞ്ഞ കളറൊക്കെ വന്ന് മൂത്തു. അങ്ങനെ ഞാൻ കണ്ട് അതിനെ പഴുപ്പിച്ചു കേട്ടോ. പിന്നെ ഞാൻ ബാക്കി പച്ചകളൊക്കെ പറിച്ചെടുത്തു. ഇനി അടുത്തത് നമ്മുടെ മുളകുകളാണ് കേട്ടോ. കുറേ സൈസ് മുളകുകളുണ്ട്. നമ്മൾ കുറേ എണ്ണം പഴുത്ത നമ്മൾ പറിച്ചെടുത്ത് ഉണക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ തണുപ്പാകുമ്പോഴത്തേനും ഒരു ചെറിയ തണുപ്പായി തുടങ്ങുമ്പോൾ തന്നെ ഇത് നിറച്ച് പൂക്കളും കായ്കളായിട്ട് വന്നു തുടങ്ങും. പിന്നെ നമുക്ക് അത് പിന്നെ പറിച്ചെടുത്ത് വയ്ക്കാനും പറ്റിയല്ല. ഇത് നശിച്ചു പോകുമല്ലോ എന്ന് വിചാരിക്കും, ഭയങ്കര സങ്കടമാണ് കേട്ടോ. തണുപ്പാകുമ്പോഴത്തേനുമാണ് നിറച്ചുണ്ട്, അതുവരെ ഒന്നും ഉണ്ടാകാതെ ഇങ്ങനെ നിൽക്കും. ചൂട് കാരണം ഇങ്ങനെ മുരടിച്ച് നിൽക്കും. തണുപ്പായി തുടങ്ങുമ്പോഴത്തേനും നിറച്ചും ഉണ്ടാവും. പിന്നെയാണ് നമുക്കിത് ഇത് പോകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഭയങ്കര വിഷമം. അങ്ങനെ നമുക്ക് കുറേ സൈസ് മുളകുകളുണ്ട്. ഞാനതിൽ പഴുത്തത് ഞാൻ പറിച്ച് ഉണക്കി എടുക്കും. കാന്താരിയും നീളമുള്ളതും മഞ്ഞ കളറും. ഈ നീല കളർ വന്നിരിക്കുന്നത് തണുപ്പായി തുടങ്ങുമ്പോൾ അങ്ങനെ മുളകിനൊരു കളറ് ചേഞ്ച് വരുന്നതാണ് കേട്ടോ. നമ്മുടെ ഒരു മുളക് ചെടിയാണ് കേട്ടോ. ഉണ്ടോന്ന് നോക്കി. ഇത് നമ്മുടെ ഗ്രോ ബാഗിലിരിക്കുന്ന ഒരു പച്ചമുളകിൻ്റെ ചെടിയാണ്. നിറച്ച് കിടക്കുന്നുണ്ടോ, കുറേ എണ്ണം പഴുത്തു, പിന്നെ കുറേ പച്ചയൊക്കെ ഉണ്ട്. ഉണ്ടോ, ഇതൊക്കെ പച്ചയാണ്. എപ്പോഴും ഉണ്ടായിക്കൊണ്ടായിരിക്കുന്നത് ഉണ്ടോ പൂവൊക്കെ. കുറച്ച് അതിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ സൈസ് മുളകളാണ്. നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ബജ്ജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൈസ് മുളകാണ്. ഇതുണ്ട്, നല്ല വറക്കുന്ന നീളമുള്ള മുളക് കണ്ടോ. ആയി വരുന്നേ ഉള്ളൂ. ഇത് ഇതിൻ്റെ വെയിറ്റ് കാരണം ഇതങ്ങോട്ട് ഒടിഞ്ഞു പോയി. ഇതുണ്ടോ, എത്ര എണ്ണം ഉണ്ടോ അടുത്തടുത്ത് കിടക്കുന്നുണ്ടോ. ഇത് കണ്ടോ, ഇത് കുറേയും കൂടെ വലുതാവും കേട്ടോ. പക്ഷേങ്കിൽ ഇപ്പോൾ പറിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതവിടെ ഇറങ്ങി കിടക്കും. ഇതെല്ലാം പിഞ്ചാണ്. പിന്നെ ഇതൊരു മഞ്ഞ കളർ മുളകാണ്. ഞാൻ എല്ലാ ചീനിയിലും പഴുത്തത് മാത്രമേ പറിക്കുന്നുള്ളൂ. നമുക്ക് കുറേ ചീനിയുണ്ട്, ഒരു ദിവസം മുഴുവൻ എന്ന് പറിച്ചാലും തീരില്ല, അത് അത്രയും മുളകുകളുണ്ട്. പിന്നെ ഞാൻ കുറച്ചൊക്കെ പറിച്ച് വെക്കും, കുറേ അവിടെ തന്നെ നിന്ന് പോകും. ലാസ്റ്റ് ആകുമ്പോഴത്തേനും വലിച്ചു വാരി പറിച്ച് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് ഒഴിവാക്കലേ ഉള്ളൂ.
ഞാനതിൻ്റെ പഴുത്തത് മാത്രം ഞാൻ എടുത്ത് പറിച്ചിട്ട് ഉണക്കി വെക്കും. അത് നമുക്ക് പിന്നെ ആണെങ്കിലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വാട്ടാനും അല്ല പച്ചമുളകൊന്ന് പറിച്ച് വാട്ടാനോ അതിനൊന്നും ഞാൻ നിൽക്കാറില്ല. കേട്ടോ നല്ല ഭംഗിയാന്ന് നോക്കി, മഞ്ഞ കളർ മുളകാണ്. അമ്മ കുത്തിയിരുന്ന് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് മുളക് പറിക്കലായിരുന്നു പരിപാടി. കുറേ പറിച്ചെടുത്തു. ഇത് നമ്മുടെ സാധാരണ പച്ചമുളക്. ഞെടുപ്പിന് നല്ല ബലമാണ്. പിന്നെ ഇത് നമ്മുടെ വാളരിപ്പയറാണ് കേട്ടോ. ഞാൻ 1-2 ചോടൊക്കെ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതാണ് വേറെ ഒരു സൈസ് വെറൈറ്റി മുളകായിട്ട് നമ്മൾ നട്ടിട്ടുള്ളത്. നല്ല ഓറഞ്ച് കളറായിട്ട് വരും കേട്ടോ പഴുത്ത് കഴിയുമ്പം. നമ്മളിവിടെ കടയിൽ നിന്ന് മേടിച്ചിട്ട് അതിൻ്റെ വിത്ത് പാകി കിളിപ്പിച്ചാണ്. ഭയങ്കര എരിവെന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവാണ്. കയ്യിൽ നമ്മൾ പിന്നെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴിയാലും പോവില്ല. പിന്നെ നമ്മൾ നക്കി നോക്കി കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും. അത്ര എരിവാണ് ഇതിന്. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കിടക്കുന്നത്. നല്ല ഓറഞ്ച് കളറായിട്ട് പഴുത്ത് കഴിയുമ്പം നല്ല ഭംഗിയാണ് കിടക്കുന്നത് കാണാൻ. പിന്നെ ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ നിത്യവഴുതന. നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചോട്ടീത് മുതൽ പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഈ വർഷം ഇതുപോലെ തന്നെ പണ്ടത്തെ പോലെ തന്നെ പൂവൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ, പണ്ട് 1-2 പൂവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചപ്പായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പം നിറച്ചും പൂവ് ഉണ്ടായിട്ടുണ്ട്. നിറയെ കാകൾ വരുന്ന പോലെ ഉണ്ടായി വന്ന് നിൽപ്പുണ്ട്. അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കായ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന് കേട്ടോ. നിറച്ചുണ്ട് കണ്ടോ, കൊലകൊലയായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വെള്ളരിക്കകൾ കിടക്കുന്നത്. വേണ്ട, നമുക്കിപ്പം 2-3 നല്ല പാകമായിട്ടുണ്ട്, പറിച്ചെടുക്കാം. ഇതുണ്ടോ നമ്മുടെ ഒരു വെള്ളരി. നമുക്കൊരു കക്കിരിക്കയുണ്ട്, കത്തിരിക്ക. ഒരു കത്തിരിക്ക ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറച്ച് മുളകുണ്ട് പറിക്കാനായിട്ട് ഇവിടെ. പിന്നെ ഇതാണ് നമ്മുടെ ചേന. ഞാൻ എന്താണെങ്കിലും ഇപ്പോൾ പറിക്കുന്നില്ല കേട്ടോ. ഏറ്റവും ലാസ്റ്റത്തെ ഹാർവസ്റ്റിൽ നമ്മൾ ചേന പറിക്കുന്നുള്ളൂ. അതുവരെയും കൂടെ അത്രയും കൂടെ നിന്ന് മൂത്ത് കിട്ടുമെന്നാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വെണ്ടയ്ക്ക തോട്ടമാണ്. വെണ്ടകളൊക്കെ അങ്ങ് ഒത്തിരി പൊക്കത്തിലായി, വനം പോലെ ആയിട്ടുണ്ട്. അമ്മ അങ്ങനെ വെണ്ടയ്ക്കയെല്ലാം പറിച്ച് കൂട്ടുകയാണ്. അതിനിടയ്ക്ക് വെണ്ട നമ്മൾ മുട്ടി ചൊറിയുന്നുമുണ്ട്. നല്ല ചൊറിച്ചിലാണേ. പിന്നെ നമ്മൾ പറിക്കാതെ അവിടെ കിടന്ന് തന്നെ കുറേ എണ്ണം മൂത്ത് ഉണങ്ങിയൊക്കെ തന്നെ കിടപ്പുണ്ട്. കുറേ വെണ്ട ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തെ കൂടെ വെണ്ട ഇങ്ങനെ നിന്ന് വലിയ പന പോലെ അങ്ങ് വളർന്നിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ എല്ലാ സൈഡിൽ കൂടെയും വെച്ച് വിട്ടു. അത് ഇപ്പോൾ കാണുന്ന വേറൊരു സൈഡ്, നേരത്തെ കണ്ട വേറൊരു സൈഡ്. ഓരോ പ്രാവശ്യം പറിക്കുമ്പോൾ ഓരോ ബക്കറ്റും ഉണ്ടാവും നമുക്ക് വെണ്ടയ്ക്ക. ഒരു പീച്ചിലിങ്ങി അങ്ങോട്ട് ചാടിക്കിടപ്പുണ്ടായിരുന്നു. അപ്പുറത്തേക്ക് വള്ളി നീണ്ടിട്ട് അതിൽ ഉണ്ടായി കിടക്കുന്നു. ഇന്ന് ഞാൻ വലിച്ചെങ്കിൽ അടിച്ച് അവരങ്ങും പറിക്കില്ല. അതെന്താ സാധനം പോലും അവർക്ക് എത്തില്ലല്ലോ.
ഇത് പിന്നെ വെച്ചതാമേ, ഇത് ലേറ്റായിട്ട് വെച്ച വേണ്ടേ. ഇത് ഞാൻ ചുമന്ന വേണ്ടയാന്ന് വിചാരിച്ച് വെച്ചതാ. പക്ഷേങ്കിൽ വന്നു കഴിഞ്ഞപ്പം പച്ചവെണ്ട തന്നെയായിപ്പോയി. പിന്നെ ഇത് കണ്ടോ നമ്മുടെ മുരിങ്ങ, ഇപ്പോൾ ഇതിൽ കായായി വരുന്നുണ്ടോ മുരിങ്ങച്ചെടിയിൽ. ചെറുതാണ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ പയർ, ഒരു പർപ്പിൾ കളർ പയർ, തണുപ്പാകുമ്പോൾ തന്നെ ഉണ്ടാവുള്ളൂ, ഇത് നിറച്ചും ഉണ്ടാവും നേരം. ഇതുണ്ട്, അതൊക്കെ അതിൻ്റെ പൂക്കളാണ്, നല്ല കൊലകുത്തി പൂവായിട്ട്. ഞാൻ മുഴുവൻ പറിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, നമുക്ക് ഇത്രയും പയർ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങ് മുകളിലേക്ക് കിടക്കുന്നത് നമുക്ക് പറിക്കാൻ എത്തുന്നില്ല. അതുകൊണ്ട് ഞാൻ കയ്യെത്തുന്ന ദൂരത്തുള്ളതെല്ലാം പറിച്ചെടുത്ത് ബാക്കി അവിടെ തന്നെ ഇട്ട്. പിന്നെ ഇത് വലിയ ടേസ്റ്റൊന്നുമില്ല, ഇതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അത് പറിക്കാനായിട്ട്. ഇത് നമ്മുടെ മുളക് ഉണങ്ങാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. പിന്നെ ഇത് നമ്മുടെ പീച്ചിങ്ങയാണ് കേട്ടോ. പീച്ചിങ്ങ ഞാൻ എല്ലാം പറിച്ച് മേശയിൽ കയറ്റി വെച്ചിരിക്കുന്നതാണ്. മേശ നിറച്ചുമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്ത പച്ചക്കറികളാണ് ഈ കാണുന്നത് മുഴുവനും. പീച്ചിങ്ങ കണ്ടോ, മല പോലെ ഇരിക്കുന്ന ഒരു മൂലയിൽ. പിന്നെ നമ്മുടെ കുമ്പളങ്ങ, പീച്ചിങ്ങയാണ്, വെണ്ടയ്ക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറിച്ചിരിക്കുന്നത്. രണ്ട് കുക്കുമ്പറും കിട്ടിയായിരുന്നു കേട്ടോ അതിനിടയ്ക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.